മഹാനായ ശംസുദ്ദീൻ അബുൽ വഫ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലാഹുദ്ദീൻ ഹിംസ് തങ്ങളവറുകളുടെ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകളുടെ 465 ഉറൂസ് മുബാറക്കാണ്, ആണ്ട് നേർച്ചയാണ് ഈ ഇടിയങ്ങര വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിത്വം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകളാണെന്ന് ചരിത്രം നമ്മോട് പറയുന്നു. കഴിഞ്ഞ 4 നൂറ്റാണ്ടപ്പുറത്ത് ഈ പ്രദേശത്തെ കടന്നു വരികയും ഒരുപാട് കറാമത്തുകളെ കൊണ്ട് ദീനീ പ്രബോധനം നിർവഹിക്കുകയും ചെയ്ത മഹാനവറുകളാണ്. നമ്മുടെ രാജ്യത്ത് ഇസ്ലാം മതം പ്രചരിക്കാനുള്ള പ്രധാനപ്പെട്ട 2 കാരണം പ്രഗത്ഭനായ ചരിത്രകാരൻ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയുന്നത്, തോമസ് ആർനൈൽഡ് തൻ്റെ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ പറയുന്നത്, ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന കാരണം 2 എണ്ണമാണ്. ഒന്ന്, ഇസ്ലാമിൻ്റെ സോഷ്യലിസ്റ്റ് നിലപാട്, വർണ്ണവെറി ചിന്തകൾക്കും ജാതീയ ചേരിതിരിവുകൾക്കും എതിരെ ഇസ്ലാം എടുത്ത നിലപാട്, അതാണ് ഇസ്ലാമിനെ ഇന്ത്യയിൽ വളർത്തിയത് എന്ന് പറയുമ്പോൾ, രണ്ടാമതായി ഇസ്ലാമിനെ ഇന്ത്യയിൽ വളർത്താനുള്ള കാരണം ഔലിയാക്കളുടെ അത്ഭുത സിദ്ധി എന്നാണ്. കറാമത്താണ് ഇസ്ലാമിനെ ഇന്ത്യയിൽ വളർച്ചയ്ക്ക് പ്രധാന കാരണമായിട്ടുള്ളത്. നമ്മുടെ രാജ്യം ശക്തിപ്പെട്ടതും നമ്മുടെ രാജ്യം നിലനിൽക്കുന്നതും ഔലിയാക്കളെ കൊണ്ടും ഉലമാക്കളെ കൊണ്ടുമാണെന്ന് തർക്കരഹിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 465 കൊല്ലം മുമ്പ് ഇവിടെ വഫാത്തായി, അതിനു മുമ്പ് ഇവിടെ ജീവിച്ച മഹാനായ ഷെയ്ഖ് തങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് മുസ്ലിമീങ്ങൾക്കുള്ള സേവനം പോലെ തന്നെ മറ്റു സമുദായക്കാർക്കും ചെയ്തു കൊടുത്ത സേവനങ്ങളിലൂടെ ഈ കോഴിക്കോട് ഇകിടിയങ്ങര പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധിനിവേശ ശക്തികൾക്കെതിരെ ശക്തമായ സമരം നടത്താൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർക്ക് സാധിച്ചു. ഫ്രഞ്ച് പടക്കെതിരെ, പോർച്ചുഗീസ് പട്ടാളത്തിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നതിൽ ബഹുമാനപ്പെട്ട ഇടിയങ്ങര ഷെയ്ഖ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഹിംസ് തങ്ങൾ വലിയ സ്വാധീനമുണ്ടാക്കുകയും വലിയ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ മഹാന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ പിതാമഹന്മാർ, അവരുടെ പൂർവികർ, പിന്നീട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, അവരൊക്കെ നമ്മുടെ കേരളവുമായി, നമ്മുടെ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് കഴിയുന്നത് മഹാന്മാരായ ഉലമാക്കൾ അവർ നിർവഹിക്കുന്നത് സമൂഹത്തിന്റെ കെട്ടുറപ്പായ ഒരു ജീവിത ശൈലിയാണ്. കോഴിക്കോടിന്റെ വലിയ ചരിത്രം അതിൽ പറയാനുണ്ട്. ഇടിയങ്ങരയും കുറ്റിച്ചിറയും മുഖദാറും ഒക്കെ ബന്ധപ്പെട്ട് ഇതിന്റെ ചുറ്റുവട്ടം കറാമത്തുകളുടെയും അത്ഭുത സിദ്ധികളുടെയും ഉറവിടമായ ഔലിയാക്കളുടെ താവളമായി ഒരു കാലഘട്ടത്തിൽ അറിയപ്പെടുമ്പോൾ പോർച്ചുഗീസ് വിരുദ്ധ സമരം നയിക്കുന്നതിന്റെ നിർണായക പങ്ക് വഹിച്ചത് ഈ പള്ളിയും സമീപത്തുള്ള പള്ളികളും ബഹുമാനപ്പെട്ട ഹിംസ് തങ്ങളിൽ കൊണ്ട് ആശയം ഉൾക്കൊണ്ട തലമുറ കുഞ്ഞുമരക്കാർമാരിലൂടെ പോർച്ചുഗീസ് വിരുദ്ധ സമരങ്ങൾ നടത്തുന്നതിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള വലിയ പങ്ക് അനിർവചനീയമായി നമ്മുടെ ചരിത്രത്തിൽ ഇന്നും വെട്ടിത്തെളിഞ്ഞു നിൽക്കുന്ന ചരിത്ര സത്യങ്ങളാണ്. ഈ പ്രദേശത്തെ ബഹുമാനപ്പെട്ട ഹിംസ് തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന ഈ പള്ളി അതുപോലെ തന്നെ സമീപത്തുള്ള കുറ്റിച്ചിറ പള്ളിയും തൊട്ടടുത്തുള്ള ഷാദുലി പള്ളിയും അതിന് സമീപത്തുള്ള മുഖദാർ പള്ളിയും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോർച്ചുഗീസ് വിരുദ്ധ സമരത്തെ മഹാന്മാരായ ഉലമാക്കൾ ശക്തിപ്പെടുത്തിയത്. ഒരു കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെ സമരം നടത്താൻ കുഞ്ഞാലി മരക്കാർമാർ ആയുധമെടുത്തത്, കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്ന 4 കുഞ്ഞാലി മരക്കാർമാരും അതിശക്തമായ പോരാട്ടം നടത്തുന്നതിൽ അവർക്ക് ഏറ്റവും വലിയ പ്രചോദനമായി തീർന്നത് ഔലിയാക്കന്മാരും ഉലമാക്കളും അവർ കൊടുത്ത ഫത്വകളാണ്. ഔലിയാക്കന്മാർ പള്ളിമൂലകളിൽ ജപമാലകൾ മറിച്ചുകൊണ്ട് കടിഞ്ഞുകൂടി ചൊറിഞ്ഞു മാന്തി കിടക്കുന്നവരാണ് എന്ന് നിസാരപ്പെടുത്തിക്കൊണ്ട് പറയുന്ന പുതിയ തലമുറയുടെ മുമ്പിൽ ഉലമാക്കൾ എന്ന് പറയുന്നവർ സമൂഹത്തിന്റെ പിന്തിരിപ്പന സമീപനത്തെ വിഭാവന ചെയ്യുന്നവരാണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്നവർ.
യാഥാസ്ഥിക പണ്ഡിതന്മാർ നവോത്ഥാനത്തിനും പരിഷ്കാരത്തിനും എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നവർ, നവോത്ഥാനം ഞങ്ങളിലൂടെയാണ് ഉണ്ടായത് എന്ന് പറയുന്ന പുതിയ ആധുനിക കാലഘട്ടത്തിന്റെ ജമമുജകളുടെയും വഹാബി പ്രസ്ഥാനത്തിന്റെയും ആളുകൾ, അവരൊക്കെ ഉണ്ടാകുന്നതിന്റെയും തുടക്കം കുറിക്കുന്നതിന്റെയും നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഈ നാടിന്റെ നവോത്ഥാനത്തെ ഉയർത്തിക്കാണിച്ചത് മഹാന്മാരായ ഔലിയാക്കന്മാരായിരുന്നു, ഉലമാക്കളായിരുന്നു, സാദാത്തുക്കളായിരുന്നു. അവരെ കുറിച്ചുകൊണ്ടാണ് പറയുന്നത് യാഥാസ്ഥിക പണ്ഡിതന്മാർ. അവരെ കുറിച്ചുകൊണ്ടാണ് പറയുന്നത് അവർ പുരോഗമനത്തിനെതിരെ നിൽക്കുന്നവർ. ആ പണ്ഡിതന്മാരാണ് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ലോകത്ത് തന്നെ ഇന്ത്യക്ക് അഭിമാനമായ മതേതരത്വത്തെ സൃഷ്ടിച്ചെടുത്തത്. അതിലപ്പുറം മറ്റെന്ത് നവോത്ഥാനമാണുള്ളത്? ഷേഖ് ഹിംസ് തങ്ങളുടെ പ്രബോധനത്തിൽ ഒരു ഭാഗം മതേതരത്വത്തിന്റെ തുടക്കമാണ്. നമുക്കറിയാം, ഇവിടെ കോഴിക്കോട്ട് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, കോഴിക്കോട്ട് ഇടിയങ്ങരയിലെ, കോഴിക്കോട്ടെ കുറ്റിച്ചിറയിലെ ഏത് മണൽത്തരിക്കും പറയാവുന്ന ഒരു നാമമാണ് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഹിംസ് തങ്ങൾ കൊണ്ട് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചവർ. അവരാണ് ഈ പള്ളിയിലും സമീപ പള്ളിയിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുതുബ നിർവഹിച്ചത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വഉൽ മുഈൻ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ. ആ തുഹ്ഫത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസ് വിരുദ്ധ സമര പോരാട്ടത്തിന്റെ ഇതിഹാസം കുറിക്കപ്പെട്ടുകൊണ്ട് ചരിത്രം പറയുമ്പോൾ, ആ സമരത്തിലേക്ക് ചാലിയങ്കോട്ട പൊളിക്കാൻ വേണ്ടി കുഞ്ഞാലിമരക്കാരുടെ കയ്യിലേക്ക് ആയുധം കൊടുത്തുകൊണ്ട് ജിഹാദ് നടത്താനും പോർച്ചുഗീസുകാർക്കെതിരെ സമരം നടത്താനും പ്രേരണ നൽകിക്കൊണ്ട് ഖുതുബ നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാണ്. മഹാനായ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് കിതാബുകളുണ്ട്. ഫത്ഹുൽ മുബീൻ അതിൽ പ്രസിദ്ധമാണ്. ആ കൂട്ടത്തിൽ അപൂർവമായിക്കൊണ്ടൊരു കൃതിയുണ്ട്, ബഹുമാനപ്പെട്ടവരുടെ ഖുതുബയുടെ സമാഹാരമാണ്, അൽ ഖുതുബത്തുൽ ജിഹാദിയ്യ. ആ അൽ ഖുതുബത്തുൽ ജിഹാദിയ്യ മിമ്പറിൽ വെച്ചുകൊണ്ട് അറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നത് 4.5 നൂറ്റാണ്ട് മുമ്പാണ്. കേരളത്തിൽ ഇസ്ലാം മതത്തിന്റെ കടന്നുവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15 നൂറ്റാണ്ടിന്റെ പഴക്കം നമ്മൾ പറയുമ്പോൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാട് അറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കുക എന്ന് പറയുന്ന ആ തനതായ ശൈലി അത് ഇസ്ലാമിക വിരുദ്ധമാണെന്നും അത് സുന്നികൾ സമസ്തക്കാരുടേതാണ് എന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നവർ, പരമ്പരാഗതമായി വരുന്ന നാട്ടാചാരപരമായി കൊണ്ടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അറബി ഭാഷയിലെ ഖുതുബയെ തള്ളുന്നവർ, 5 നൂറ്റാണ്ട് മുമ്പ് ഈ പള്ളികളിലെല്ലാം നിർവഹിച്ചാൽ ഖുതുബത്തുൽ ജിഹാദിയ്യ എന്ന ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഖുതുബയെ സംബന്ധിച്ചുകൊണ്ട് എന്താ പറയാനുണ്ട്? ഖുതുബ മലയാളത്തിൽ ഓതാൻ പാടില്ല എന്ന് പറയുന്നത് സുന്നികളുടെ, കേരളത്തിലെ സമസ്തക്കാരുടെ മാത്രം വാദമല്ല. സമസ്ത 100 വർഷത്തെ പഴക്കമുണ്ട് സമസ്തക്കെങ്കിൽ സമസ്ത 100 വർഷം മുമ്പ് പറഞ്ഞതല്ല ഖുതുബയുടെ ഭാഷ അറബിയാകണമെന്ന്. ചരിത്രപരമായി നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 460 വർഷം മുമ്പ്, 4.5 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ ഈ പള്ളികളിലെല്ലാം നടത്തിയ ഖുതുബ ഇന്നും കാണാൻ സാധിക്കുന്നത് അൽ ഖുതുബത്തുൽ ജിഹാദിയ്യ എന്ന പേരിലാണ്. ആ ഖുതുബ കേൾക്കാൻ വരുന്നത് ബഹുമാനപ്പെട്ടവരുടെ ഖുതുബ കേൾക്കാൻ വന്നത് കുഞ്ഞാലിമരക്കാരാണ്. കുഞ്ഞാലിമരക്കാരായിരുന്നു ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് ബിൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖുതുബയിൽ സ്ഥിരമായി കൊണ്ട് ജുമയിൽ പങ്കെടുക്കാറുണ്ടായിരുന്ന ഒരു ധീര യോദ്ധാവ്. അദ്ദേഹം ആ ഖുതുബ കേട്ടിട്ടാണ് ആയുധമെടുത്തത്. അൽ ഖുതുബത്തുൽ ജിഹാദിയ്യ, ബഹുമാനപ്പെട്ടവരുടെ ഖുതുബ പ്രസംഗം അല്ലെങ്കിൽ ഖുതുബ. ആ ഖുതുബയിൽ ബഹുമാനപ്പെട്ടവർ സമൂഹത്തോട് പറയുന്നത്, നിങ്ങൾ പോർച്ചുഗീസുകാർക്കെതിരെ ആയുധമെടുക്കണം. നമ്മുടെ കോഴിക്കോട്ട് ഭരിക്കുന്ന സാമൂതിരി മഹാരാജാവിന്റെ അധികാരം ഇവിടെ സംരക്ഷിക്കണം. പോർച്ചുഗീസുകാർ അവർ കാഫിര്യങ്ങളാണ്, അവർ ഇസ്ലാമിക വിരുദ്ധരാണ്, അവർ രാജ്യദ്രോഹികളാണ്. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസിനെ നിങ്ങൾ തുരത്തണം. എന്നാൽ നിങ്ങൾ ഇവിടെ അധികാരം സംരക്ഷിക്കേണ്ടത് ബഹുദൈവ വിശ്വാസിയും ഹിന്ദുവുമായ സാമൂതിരിയാണ്.
ബഹുദൈവ വിശ്വാസിയായ സാമൂതിരിയുടെ അധികാരം കോഴിക്കോട്ട് സ്ഥാപിക്കാൻ വേണ്ടി ആ ഭരണത്തിനെതിരെ കടന്നു വരുന്ന പോർച്ചുഗീസുകാർ എന്ന് പറയുന്നവർക്കെതിരെ ജിഹാദ് നടത്തണം എന്ന് മാപ്പിള പട്ടാളക്കാരോട് ഉപദേശിച്ചു കൊടുത്ത മഹാനായ പണ്ഡിതന്റെ പേരാണ് ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന കോഴിക്കോട്ടുകാരൻ. ഖാലി വംശത്തിന്റെ ആദ്യത്തെ ആള് ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. കോഴിക്കോട്ടെ ഖാലിമാർ എന്ന് പറയുന്ന ആ ഖാലിമാരിൽ ആദ്യത്തെ ഖാലി ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവനാണ് മൊഹിദ്ദീൻമാല എഴുതിയത്. ചില ആളുകൾക്ക് മൊഹിദ്ദീൻമാല എന്ന് കേൾക്കുമ്പോൾ വലിയൊരു പിരാന്താണ്. മൊഹിദ്ദീൻമാല ഷിർക്കിന്റെ കൊട്ടാരമാണ് ആക്ഷേപിക്കുന്നവരുണ്ട്. പക്ഷെ അതേ ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ റളിയല്ലാഹു അൻഹു എഴുതിയ ഫതുൽ മുബീന്റെ പരിഭാഷ ഇറക്കാൻ മുന്നോട്ട് വന്നവരാണ് ഇവർ. ജമാഅത്തെ ഇസ്ലാമിയുടെ IPH പുറത്തിറക്കുന്നത് ഫതുൽ മുബീന്റെ പരിഭാഷ. ആരാ എഴുതിയത്? ഫതുൽ മുബീൻ എഴുതിയത്? ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അത് ശരിയാണെന്നും ആ പുസ്തകം ഇറക്കാമെന്നും ആ പുസ്തകം വായിക്കാമെന്നും അത് വിറ്റ് പണമുണ്ടാക്കാമെന്നും ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും തീരുമാനിക്കുമ്പോൾ ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മൊഹിദ്ദീൻമാല എങ്ങനെയാണ് ശിർക്കാകുന്നത്? അപ്പൊ ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാം എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് അതിനെ എതിർക്കുമെന്ന് പറയുന്നു. മൊഹിദ്ദീൻമാല എഴുതിയ അതേ കൈകൊണ്ടാണ് ഫതുൽ മുബീൻ എഴുതിയത്. സമര പോരാട്ടങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ആ സമര പോരാട്ടം നടത്തിയിട്ടുള്ള ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നടത്തിയ ഖുതുബ ഒരിക്കൽ നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭന ചരിത്രകാരന്മാരെല്ലാം ഞാൻ വിട്ടു പറയല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തി. ആ പഠനം നടത്തിയതിൽ പോർച്ചുഗീസ് വിരുദ്ധ സമരത്തിൽ, മതേതരത്വത്തിന്റെ സംസ്ഥാപനത്തിൽ, മതസൗഹാർദ്ദത്തിന്റെ ഉദ്ധാരണത്തിൽ കോഴിക്കോട്ടെ പണ്ഡിതന്മാർ വഹിച്ച പങ്കിനെ സംബന്ധിച്ചുകൊണ്ട് റിസർച്ച് നടത്തുമ്പോൾ അവർ ചില പുസ്തകങ്ങളെ പരിശോധനയ്ക്ക് വേണ്ടി പല ലൈബ്രറികളും സമീപിച്ചു. ആദുർശേരി അബ്ദുറഹിമാൻ എന്ന ചരിത്രകാരന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം. അങ്ങനെ അവർ അന്വേഷണം നടത്തി അവർ ചെന്നെത്തിയത് മഹാനായ സമസ്തയുടെ ഉലമാക്കളിൽ അതിപ്രധാനിയും പ്രഥമനുമായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലാണ്. പാങ്ങിൽ ഉസ്താദിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ലൈബ്രറി, കിതാബുകളുടെ ശേഖരണം അതൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്കൊരു കിതാബ് അവിടെ നിന്ന് കിട്ടി. അതവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചല്ല അവർ വന്നത്. അതവിടെ ഉണ്ടാകാമെന്ന യാതൊരു ധാരണയുമില്ലാതെ ബഹുമാനപ്പെട്ടവരുടെ പുസ്തക ശേഖരം കിതാബ് പരിശോധിക്കുന്ന സമയത്ത് ആ കിതാബിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു തൊട്ടാൽ പൊട്ടുന്ന പഴമയുടെ താളുകളുള്ള കിതാബ് അവർ കണ്ടെടുത്തു. ആ കിതാബിന്റെ പേരാണ് അൽ ഖുതുബത്തുൽ ജിഹാദിയ്യ. ആ അൽ ഖുതുബത്തുൽ ജിഹാദിയ്യ അവർ പുറത്തെടുത്തു. പിന്നെ അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക സംഘവുമായി കൊണ്ട് റിസർച്ച് നടത്തി. ആ കിതാബ് പിന്നെ സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ NAM അബ്ദുൽ ഖാദർ സാഹിബ് അൽ ഖുതുബത്തുൽ ജിഹാദിയ്യയെ ദി വാർ സ്പീച്ച് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തി. അത് ഇംഗ്ലീഷിലാക്കി. ദി വാർ സ്പീച്ച്, യുദ്ധപ്രസംഗം, ദി വാർ സ്പീച്ച്. അത് ഇന്ന് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ സിലബസിന്റെ ഭാഗമാണ്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ സിലബസിന്റെ ഭാഗമാണ് ദി വാർ സ്പീച്ച്. അത് എഴുതിയതാരാ? ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖുതുബ കേൾക്കാൻ വേണ്ടി വരുന്നവരോട് പറഞ്ഞു കൊടുക്കുന്ന ഖുതുബ എന്താ? അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഖുതുബ, നിങ്ങൾ ജിഹാദ് നടത്തണം പോർച്ചുഗീസുകാർക്കെതിരെ. നിങ്ങളുടെ ജിഹാദ് ഏറ്റവും വലിയ യുദ്ധത്തിന്റെ പ്രഖ്യാപനമാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ ബഹുമാനപ്പെട്ടവർ അതിൽ ഒന്നാം ഭാഗത്ത് പറയുന്നു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിലും പ്രവാചകനിലും സ്നേഹിക്കുകയും വിശ്വസിക്കുകയുമാണ്. പിന്നെ ജിഹാദാണ്. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ദൗത്യം ജിഹാദാണ്, യുദ്ധം നടത്തലാണ്.
അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും കുടുംബത്തെക്കാളും ബന്ധത്തെക്കാളും തറവാടിനേക്കാളും കൃഷിയേക്കാളും കച്ചവടത്തെക്കാളും ഭാര്യമാരെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് ജിഹാദിനെയാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്ത് ബഹുമാനപ്പെട്ട ഖാലിയാർ ഖുതുബയിൽ പറയുന്നു. ആ ഖുതുബയുടെ ഒന്നാം ഭാഗത്തിന്റെ അവസാന ഭാഗത്ത് ഒരു ഹദീസ് ബഹുമാനപ്പെട്ടവർ ഓതുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്വത്തുൽ ബഹരി അഫ്ളലുൻ മിൻ ഗസ്ബിൽ ബദി. കരയിൽ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ അഫ്ളലാണ് കടലിൽ ചെന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നത്. അസ്വത്തുൻ ഫിൽ ബഹരി ഖൈറുൻ മിൻ അശ്രി ഗസ്വാത്തിൻ മിനൽ ഫിൽ ബദി. കരയിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന യുദ്ധത്തെക്കാളേക്കാൾ 10 ഇരട്ടി പ്രതിഫലമാണ് കടലിൽ ചെന്നുകൊണ്ട് ചെയ്യുന്ന യുദ്ധം, ജിഹാദ് എന്ന ഹദീസ്, റസൂലുള്ളാഹിന്റെ ഹദീസ്. ആ ഹദീസാണ് ഖാലിയാർ ഖുതുബയിൽ പറയുന്നത്. അപ്പൊ ആ ഖുതുബ കേൾക്കുന്ന കോഴിക്കോട്ടെ സമരയോദ്ധാക്കൾ, മാപ്പിള മക്കൾ, ഞങ്ങൾക്ക് ജിഹാദ് ഏറ്റവും വലിയ അഫ്ളലാണ് എന്നും ആ ജിഹാദിന് ഞങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിമരക്കാരുടെയും കുഞ്ഞാലിമരക്കാരുടെയും നേതൃത്വത്തിൽ പറങ്കിപ്പട്ടാളത്തോട് പടപെട്ടാൻ ആയുധങ്ങളിക്കൊണ്ട് ചാലിയത്തേക്ക് പോകുന്നു. അവരെ ജിഹാദിനെ പ്രാപ്തരാക്കുന്നത് ഖാലിയാരാണ്. അവരോട് ജിഹാദ് നടത്തണമെന്ന് പ്രേരിപ്പിക്കുന്നത് ഉലമാക്കളാണ്. ആ ഉലമാക്കളുടെ പ്രേരണ കേട്ടുകൊണ്ടാണ് ഉമറാക്കളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട കുഞ്ഞാലിമരക്കാർ ആയുധമെടുത്തത്. ആ ജിഹാദ് ചാലിയക്കോട്ട പൊളിച്ചത്, പോർച്ചുഗീസിനെ തുരത്തിയത്, ആദ്യ കാലഘട്ടത്തിൽ പോർച്ചുഗീസിനെ തുരത്തിയത് അവർക്ക് പ്രേരണ ഉലമാക്കളാണ്. ആ പോർച്ചുഗീസ് വിരുദ്ധ സമരം നടത്തുന്നത് ഖാലിയാർ ഇവിടെ നയിച്ചതെങ്കിൽ ആ സമരം എന്തിനു വേണ്ടിയാ? ഇസ്ലാമിനെ ഉണ്ടാക്കാനല്ല. ആ സമരത്തിന് എന്തിനാ? ഈ രാജ്യത്ത് പള്ളികൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി മാത്രമല്ല. ആ ജിഹാദ് നടത്തിയത് സാമൂതിരി എന്ന് പറയുന്ന ഹൈന്ദവ ചക്രവർത്തിയുടെ അധികാരം സ്ഥാപിക്കാൻ, സാമൂതിരി അധികാരത്തിൽ നിൽക്കാൻ, പോർച്ചുഗീസ് ഇവിടെ നിന്ന് നാട് കടക്കാൻ. ഞാൻ പറയുന്നതിന്റെ ചുരുക്കം, സാമൂതിരി എന്ന ഹിന്ദുവിന്റെ അധികാരത്തിന് വേണ്ടി പോർച്ചുഗീസുകാരോട് ആയുധമെടുത്തുകൊണ്ട് പോരാടാൻ മാപ്പിളന്മാർക്ക് ജിഹാദിന്റെ പ്രേരണ കൊടുത്ത പണ്ഡിതന്മാർ ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായിരിക്കുന്ന ഷെയ്ഖ് ഹിംസ് തങ്ങളെ പോലെയുള്ള മഹാന്മാരായ ഉലമാക്കളും ഔലിയാക്കന്മാരുമാണെങ്കിൽ അതാണ് കേരളത്തിന്റെ മതേതരത്വം, അതാണ് ഇന്ത്യന്റെ സെക്യുലറിസം. ആ സെക്യുലറിസത്തെ ഈ കേരളത്തിന്റെ ലോകത്ത് മുമ്പിൽ മുഴുവനും സമസൃഷ്ടിയോടെ നമ്മൾ ഉദ്ധാനത്തിൽ കൊണ്ടുവരണം. കോഴിക്കോട്ടെ ചരിത്രകാരനായ MGS നാരായണൻ പറയുന്നു, ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ അഭിമാനിക്കുന്ന മതേതരത്വത്തെ കേരളക്കരയിൽ വളർത്തിക്കൊണ്ട് വന്നത്, ഇന്ത്യയിൽ സ്ഥാപിച്ചെടുത്തത് ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസും അതുപോലെ തന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പോലുള്ള ആലിമീങ്ങളാണ്, ഔലിയാക്കന്മാർ. ആ ഔലിയാക്കന്മാരുടെ ആലിമീങ്ങളുടെ നിർദ്ദേശം കേട്ടുകൊണ്ടാണ് സാധാരണക്കാർ ആയുധമെടുത്തുകൊണ്ട് ഷഹീദാവാൻ തയ്യാറായത്. പോർച്ചുഗീസിനെ തുരത്തിയത്, മതേതരത്വത്തെ സ്ഥാപിച്ചത്, ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തെ വളർത്തിയത്. അതാണ് ചരിത്രമെങ്കിൽ ഇടിയങ്ങര ഷേഖ് മക്കാം നൽകുന്ന സന്ദേശം, കോഴിക്കോട്ടെ ടൗൺ നൽകുന്ന സന്ദേശം, കോഴിക്കോട്ടെ പൂർവ്വ പണ്ഡിതന്മാർ, കോഴിക്കോട്ടെ പൂർവ്വ ചരിത്രം നൽകുന്ന സന്ദേശം, കാലിക്കൂത്ത് എന്ന് പറയുന്ന പ്രദേശത്തെ ലോകത്തിന് മുന്നിലേക്ക് പറയുന്ന സന്ദേശം മതേതരത്വത്തിന്റെ സംസ്ഥാപനമാണ്, മതസൗഹാർദ്ദത്തിന്റെ പുനഃസ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ സെക്യുലർ എന്ന് പറയുന്ന ചിന്താധാര ലോകത്തേക്ക് വളർത്തുന്നതിന്റെ ഒന്നാം സ്ഥാപിതമാണ്. അതിന്റെ പൊക്കിൽ കൊടി കോഴിക്കോട്ടാണ്. ലോകത്തിന് അഭിമാനമായ മതേതരത്വം ഇന്ത്യയാണ് കൊടുത്തത്. ഇന്ത്യക്ക് അഭിമാനമായ മതേതരത്വം കേരളമാണ് കൊടുത്തത്. കേരളത്തിന് അഭിമാനമായ മതേതരത്വം സ്ഥാപിച്ച പൊക്കിൽ കൊടി വീണ് ലേച്ചു ചേർന്ന മണ്ണ് ഈ കോഴിക്കോട്ടാണ്. അത് കോഴിക്കോട്ടിലെ ഇടിയങ്ങരയാണ്, അത് കുറ്റിച്ചിറയാണ്, അത് മുഖദാറാണ്. അതിന്റെ എല്ലാം ശില്പി ആലിമീങ്ങളാണ്, ഔലിയാക്കന്മാരാണ്. ആ ഔലിയാക്കന്മാരുടെ വഴിയെ നമ്മൾ നടക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറും ബർക്കത്തും, മരിക്കുന്ന സമയത്ത് പൂർണ്ണമായ ആഖിബത്ത് രക്ഷപ്പെടാനുള്ള വഴിയും അള്ളാഹു തരട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.